അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വഅസ്സല്ലി വഅസല്ലിമു അലൽ മബ്ഊസി റഹ്മതൻ ലിൽ ആലമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ തബിഅഹും ബിഇഹ്സാനി ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. സഹോദരങ്ങളെ, സൂറത്തുൽ ബഖറയിലെ 98-ാമത്തെ ആയത്താണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തു തുടങ്ങിയത്. ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, മൻ കാന അദുവ്വൻ ലില്ലാഹി വ മലായികതിഹി വ റസൂലിഹി വ ജിബ്രീല വ മീകാൽ. ആർക്കെങ്കിലും അല്ലാഹുവോടും അവന്റെ മലക്കുകളോടും അവന്റെ ദൂതന്മാരോടും ജിബ്രീലിനോടും മീകായിലിനോടുമെല്ലാം ശത്രുതയാണ് എങ്കിൽ എങ്കിൽ ആ നിഷേധികളുടെ ശത്രു തന്നെയാകുന്നു അല്ലാഹു. ഇവിടെ ജിബ്രീൽ അലൈഹിസ്സലാം ഞങ്ങളുടെ ശത്രുവാണ് എന്ന് പറഞ്ഞ, അദ്ദേഹം കൊണ്ടുവന്ന ഖുർആൻ ഞങ്ങൾക്ക് സ്വീകാര്യമല്ല എന്ന് പറഞ്ഞ യഹൂദികളോട് വളരെ ശക്തമായ ഭാഷയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് താക്കീത് നൽകിക്കൊണ്ട് ഒരു മറുപടി പറഞ്ഞതാണ് നമ്മൾ ഈ ആയത്തിലൂടെ മനസ്സിലാക്കിയത്. വാസ്തവത്തിൽ ഈ യഹൂദികൾ ജിബ്രീൽ അലൈഹിസ്സലാമിയോട് ശത്രുത കാണിക്കുമ്പോൾ തത്വത്തിൽ അവർ ഈ ശത്രുത കാണിക്കുന്നത് അള്ളാഹുവിനോടും പ്രവാചകനോടും അതുപോലെ തന്നെ അള്ളാഹുവിന്റെ മലക്കുകളായ ജിബ്രീൽ അലൈഹിസ്സലാം, മീകായിൽ അലൈഹിസ്സലാം തുടങ്ങിയ മുഴുവൻ മലക്കുകളോടുമാണ് എന്ന് കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ നമ്മൾ മനസ്സിലാക്കി. സഹോദരങ്ങളെ, കഴിഞ്ഞ ആയത്തിന്റെ പഠനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പേരെടുത്തു പറഞ്ഞ ജിബ്രീൽ അലൈഹിസ്സലാം, അദ്ദേഹത്തിന്റെ മഹത്വം എന്തൊക്കെയായിരുന്നു എന്ന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പുള്ള ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്ത വിഷയമാണ്. എന്നാൽ ഇവിടെ ഈ 98-ാമത്തെ ആയത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാമക്ക് പുറമെ അല്ലാഹു സുബ്ഹാനഹു വ തആല പേരെടുത്തു പറഞ്ഞ ഒരു മലക്കാണ് മീകായിൽ അലൈഹിസ്സലാം. അല്ലാഹു സുബ്ഹാനഹു വ തആല മീകായിൽ എന്ന മലക്കിന് എന്ത് ഉത്തരവാദിത്തമാണ് കൊടുത്തിട്ടുള്ളത് എന്ന് സത്യവിശ്വാസികളായ ഞാനും നിങ്ങളും പഠിച്ചിരിക്കേണ്ട ഒരു വിഷയമാണ്. സഹോദരങ്ങളെ, ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ചരിത്ര ഗ്രന്ഥമായ അൽ ബിദായ വ നിഹായ എന്ന ഗ്രന്ഥത്തിൽ പറയുകയാണ്, മീകായിൽ എന്ന മലക്കിന്റെ ഉത്തരവാദിത്തത്തെ കുറിച്ച് പറയുകയാണ്, ഈ ഭൂമിയിൽ താമസിക്കുന്നവർക്ക് ഭക്ഷണ വിഭവങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ച മഴ, സസ്യജാലങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾക്ക് മീകായിൽ എന്ന മലക്കാണ് ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് എന്ന്. ഈ വിഷയത്തിൽ തന്റെ റബ്ബിന്റെ കൽപ്പനകൾ അനുസരിച്ച് പ്രവർത്തിക്കുവാൻ അദ്ദേഹത്തിന് വേറെയും സഹായികളുണ്ട് എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കും വിധം കാറ്റിനെയും കാർമേഘങ്ങളെയും തെളിക്കുന്നത് അവരാണ് എന്ന് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ടാണ് സഹോദരങ്ങളെ, യഹൂദികൾ മീകായിൽ അലൈഹിസ്സലാമിയെ കുറിച്ച് അദ്ദേഹം ഞങ്ങളുടെ മിത്രമാണ്, ഞങ്ങളിലേക്ക് നന്മകളുമായി എപ്പോഴും കടന്നു വരാറുള്ള മലക്കാണ് മീകായിൽ അലൈഹിസ്സലാം എന്ന ഒരു വിശ്വാസം ഈ യഹൂദികൾ വെച്ചു പുലർത്തുവാൻ കാരണമായത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മീകായിൽ എന്ന നാമത്തിന്റെ അർത്ഥം എന്താണ് എന്നാണ്. ഈ ആയത്ത് ചർച്ച ചെയ്തിടത്ത് മഹാനായ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പൂർവികരായ പണ്ഡിതന്മാരിൽ നിന്നും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഇക്രിമ റഹിമഹുല്ലാഹ് തുടങ്ങിയ പ്രഗൽഭരായ വ്യക്തിത്വങ്ങളുടെ അഭിപ്രായം ഉദ്ധരിച്ചിട്ടുണ്ട്. അവർ പറയുന്നത് ജിബ്ർ എന്നും മീക്ക് എന്നും ഇസ്രാഫ് എന്നും ഒക്കെയുള്ള ഈ പദങ്ങൾ അർത്ഥമാക്കുന്നത് അറബിയിലെ അബ്ദ് അഥവാ അടിമ എന്ന അർത്ഥമാണ് ഈ പദങ്ങൾക്കുള്ളത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ ഈൽ എന്നതിന്റെ അർത്ഥം അള്ളാഹു എന്നാണ്. അപ്പോ ജിബ്രീൽ, മീകായിൽ, ഇസ്രാഫീൽ എന്നൊക്കെയുള്ള പേരുകളുടെ അർത്ഥം അത് അബ്ദുള്ള എന്ന നാമത്തിന്റെ അർത്ഥമാണ്, അഥവാ അള്ളാഹുവിന്റെ അടിമ എന്നാണ് ഈ പേരുകളുടെയൊക്കെ അർത്ഥമെന്ന് തഫ്സീർ പണ്ഡിതന്മാർ നമുക്ക് ഈ ആയത്തിന്റെ വിശദീകരണത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഈ 3 മലക്കുകളുടെയും പേര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു പ്രാർത്ഥനയിൽ ഉപയോഗിച്ചിരുന്നതായി ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർവഹിക്കാറുള്ള രാത്രി നമസ്കാരങ്ങളുടെ പ്രാരംഭ പ്രാർത്ഥനയിൽ ജിബ്രീൽ അലൈഹിസ്സലാമയുടെയും മീകായിൽ അലൈഹിസ്സലാമയുടെയും അതുപോലെ തന്നെ ഇസ്രാഫീൽ അലൈഹിസ്സലാമയുടെയും പേരുകൾ എടുത്തു പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും. ആയിഷ റളിയല്ലാഹു അൻഹ നിവേദനം ചെയ്ത ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഒരു ഹദീസ്
ഹദീസ്. അതിൽ കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ റബ്ബ ജിബ്രാഈല വ മീകാഈല വ ഇസ്രാഫീൽ. അല്ലാഹുവേ, ജിബ്രീൽ, മീകായിൽ, ഇസ്രാഫീൽ എന്നീ മലക്കുകളുടെ നാഥ, ഫാത്തിറസ് സമാവാതി വൽ അർള്, ആകാശ ഭൂമികളുടെ സൃഷ്ടാവേ, ആലിമൽ ഗൈബി വശഹാദ, രഹസ്യവും പരസ്യവും അറിയുന്നവനെ, അൻത തഹ്കുമു ബൈന ഇബാദിക ഫീമാ കാനൂ ഫീഹി യഖ്തലിഫൂൻ. നിന്റെ ദാസന്മാർ ഭിന്നിക്കുന്ന വിഷയങ്ങളിൽ അവർക്കിടയിൽ തീർപ്പ് കൽപ്പിക്കുന്നവന് നീയാണ്. യഹ്ദിനി ലിമഖ്തുലിഫ ഫീഹി മിനൽ ഹഖ് ബിഇദ്നിക്. അങ്ങനെ ഭിന്നിച്ച കാര്യങ്ങളിൽ നിന്റെ അനുമതിയോടെ നീ എന്നെ സന്മാർഗത്തിലാക്കണമേ. ഇന്നക തഹ്ദീ മൻ തശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം. നീ ഉദ്ദേശിക്കുന്നവരെയാണ് ഋജുവായ മാർഗത്തിലേക്ക്, സിറാത്തുൽ മുസ്തഖീമിലേക്ക് നീ വഴി കാട്ടുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കുന്നത്. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രി നമസ്കാരങ്ങളിൽ ആ നമസ്കാരത്തിന്റെ പ്രാരംഭ പ്രാർത്ഥനയിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന. ഈ പ്രാർത്ഥന ആരംഭിക്കുന്നത് തന്നെ അല്ലാഹുമ്മ റബ്ബ ജിബ്രാഈല വ മീകാഈല വ ഇസ്രാഫീൽ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അള്ളാഹുവേ, ജിബ്രീൽ, മീകായിൽ, ഇസ്രാഫീൽ എന്നീ മലക്കുകളുടെ നാഥ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പ്രാർത്ഥന ആരംഭിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഉത്തരവാദിത്തം കൊടുത്ത പ്രധാനപ്പെട്ട ചുമതലകൾ ഏൽപ്പിച്ച 3 മലക്കുകളാണ് ഇവർ. ഈ മലക്കുകളിൽ ആരോടെങ്കിലും ശത്രുത വെക്കുന്നുണ്ട് എങ്കിൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ച മുഴുവൻ ദൂതന്മാരോടും ശത്രുത വെക്കുന്നതിന് തുല്യമാണ്. കാരണം അള്ളാഹുവാണ് അവരുടെ റബ്ബ്, അള്ളാഹുവാണ് അവരെ നിയോഗിച്ചത്. സൂറത്തുൽ ഹജ്ജിലെ 75-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, അല്ലാഹു യസ്തഫീ മിനൽ മലായികതി റുസുലൻ വ മിനൻ നാസ്. മലക്കുകളിൽ നിന്നും മനുഷ്യരിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ദൂതന്മാരെ തെരഞ്ഞെടുക്കുന്നു എന്ന്. അതായത് ഇവിടെ അല്ലാഹു പറയുന്നത് മലക്കുകളിൽ നിന്നും മനുഷ്യരിൽ നിന്നും ദൂതന്മാരെ തിരഞ്ഞെടുക്കുന്നത് അത് അള്ളാഹുവാണ് എന്നാണ്. അപ്പോ ആ അള്ളാഹുവിന്റെ തീരുമാനത്തോടാണ് വാസ്തവത്തിൽ യഹൂദികൾ അനിഷ്ടം പ്രകടിപ്പിച്ചത്, സത്യനിഷേധം പ്രകടിപ്പിച്ചത്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് പറഞ്ഞത്, ഫഇന്നല്ലാഹ അദുവ്വൻ ലിൽ കാഫിരീൻ ഫഇന്നല്ലാഹ അദുവ്വുൻ ലിൽ കാഫിരീൻ. എങ്കിൽ ആ നിഷേധികളുടെ ശത്രു തന്നെയാകുന്നു അള്ളാഹു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ഇനി സഹോദരങ്ങളെ, ഏതാനും അല്പകാര്യങ്ങൾ കൂടി ആയത്തിന്റെ പഠനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ഇവിടെ ചർച്ച ചെയ്യാനുണ്ട്. ആ കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിലേക്കായി മാറ്റിവെക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാനും അതിനനുസരിച്ചുകൊണ്ട് ജീവിക്കുവാനും നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.